ഞാൻ റോബിൻ മാത്യു. ഷെക്കേന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ഇസ്രായേലിന്റെ ബോംബാക്രമണം. ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാനുള്ള സമയപരിധി അവസാനിക്കാനിരിക്കവെയാണ് ഇസ്രായേലിന്റെ ശക്തമായ ബോംബാക്രമണം നടന്നത്. ഹിസ്ബുള്ളയിലെ അംഗങ്ങൾക്ക് പരിശീലനം നടത്താൻ സംഘം ഉപയോഗിച്ചിരുന്ന സൈനിക കോമ്പൗണ്ടിലെ അടിസ്ഥാന സൗകര്യങ്ങളും ലോഞ്ചിംഗ് സൈറ്റുകളുമാണ് ആക്രമിച്ചത് എന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. തെക്ക് ഹിറാൻ പർവ്വത മേഖലയിൽ നിന്ന് തുടങ്ങി സിറിയയുടെ അതിർത്തിയിലുള്ള വടക്ക് കിഴക്കൻ ഹെർമൺ മേഖല വരെയാണ് വ്യോമാക്രമണങ്ങൾ നടന്നത് എന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ വർഷം നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ പ്രകാരം ഈ മാസം അവസാനമാണ് അതിർത്തിയിൽ നിന്ന് ഹിസ്ബുള്ള പിന്മാറേണ്ടത്. വെടിനിർത്തൽ നിരീക്ഷിക്കുന്ന അവലോകന സമിതി കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു. അതിനിടെ വെടിനിർത്തലിൽ മധ്യസ്ഥരായ ഫ്രാൻസ്, സൗദി, US എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ലബനൻ സേനാ മേധാവിയുമായി പാരീസിൽ ചർച്ചകൾ നടത്തി. ഹിസ്ബുള്ളയുടെ നിരായുധീകരണം വേഗത്തിലാക്കാനുള്ള നടപടികളുടെ അന്തിമ രൂപരേഖ തയ്യാറാക്കാനായിരുന്നു ചർച്ച. അതേസമയം നിരായുധീകരണത്തെ ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്നാണ് ഹിസ്ബുള്ളയുടെ നിലപാട്. ജൻസി പ്രക്ഷോഭത്തിന് മുൻനിരയിലുണ്ടായിരുന്ന വിദ്യാർത്ഥി നേതാവ് ഷെരീഫ് ഒസ്മാൻ ഹാദിയുടെ മരണത്തിന് പിന്നാലെ ബംഗ്ലാദേശിൽ വ്യാപകമായ പ്രക്ഷോഭം. തലസ്ഥാനമായ ധാക്കയുടെ തെരുവുകളിൽ ഇറങ്ങിയ പ്രതിഷേധക്കാർ വ്യാപക അക്രമം അഴിച്ചുവിട്ടു. മാധ്യമ ഓഫീസുകൾ ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾക്ക് തീയിട്ടു. അവാമി ലീഗുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണങ്ങൾ ഉണ്ടായി. അക്രമികൾ ഇന്ത്യാവിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കിയതായും റിപ്പോർട്ടുകളുണ്ട്. പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളായ ഡെയിലി സ്റ്റാർ, പ്രഥം ആലോ എന്നിവയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിന് അക്രമികൾ തീയിട്ടു. അകത്ത് കുടുങ്ങിയ ജീവനക്കാരെ ഏറെ പണിപ്പെട്ടാണ് രക്ഷപ്പെടുത്തിയത്. ഇന്ത്യാവിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചിരുന്ന വിദ്യാർത്ഥി നേതാവ് ഷെരീഫ് ഒസ്മാൻ ഹാദിക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച ധാക്കയിൽ അജ്ഞാതരുടെ വെടിയേൽക്കുകയായിരുന്നു. തുടർന്ന് സിംഗപ്പൂരിൽ ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ചയാണ് മരിച്ചത്. 2024 ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തിന് കാരണമായ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ ഇൻക്ലാബ് മഞ്ചിന്റെ വക്താവായിരുന്നു 32-കാരനായ ഹാദി. ബുധനാഴ്ച നൂറുകണക്കിന് പ്രതിഷേധക്കാർ ധാക്കയിലെ ഇന്ത്യൻ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറുടെ ഓഫീസിന് മുന്നിൽ സംഘടിച്ചിരുന്നു. ഹാദിയുടെ കൊലപാതകികൾ ഇന്ത്യയിലേക്ക് കടന്നെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. ഇവരെ തിരിച്ചെത്തിക്കും വരെ ഹൈക്കമ്മീഷൻ ഓഫീസ് അടച്ചുപൂട്ടണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചാണ് ഇവരെ പിരിച്ചുവിട്ടത്. ധാക്കയെ കൂടാതെ ചിറ്റഗോങ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിലേക്ക് പ്രക്ഷോഭം വ്യാപിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. വൻതോതിൽ പോലീസിനെയും പാരാമിലിറ്ററി അംഗങ്ങളെയും സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗിക വ്യാപാരത്തിനും പീഡനത്തിനും ഇരയാക്കിയ കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ഫയലുകൾ പുറത്തുവിടുന്നതിന്റെ ഭാഗമായി 68 ഫോട്ടോകൾ കൂടി പുറത്തുവിട്ടു. മൈക്രോസോഫ്റ്റ് സ്ഥാപകനും ലോക കോടീശ്വരന്മാരിൽ ഒരാളുമായ ബിൽ ഗേറ്റ്സ്, ചിന്തകൻ നോം ചോസ്കി തുടങ്ങിയവർ പുതിയ ചിത്രങ്ങളിലുണ്ട്. അമേരിക്കൻ സെനറ്റിന്റെ ഓവർസൈറ്റ് കമ്മിറ്റിയിലെ ഡെമോക്രാറ്റ് അംഗങ്ങളാണ് ചിത്രങ്ങൾ പുറത്തുവിട്ടത്. വിവിധ രാജ്യങ്ങളിലെ ആളുകളുടെ പാസ്പോർട്ടിന്റെയും തിരിച്ചറിയൽ രേഖകളുടെയും ചിത്രങ്ങളും പുറത്തുവിട്ടവയിലുണ്ട്. ഉക്രൈൻ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള യുവതികളുടെ വിവരങ്ങളാണ് കൂടുതലും. പുറത്തുവിട്ട പല ചിത്രങ്ങളിലെയും യുവതികളുടെ മുഖങ്ങൾ മറച്ചിട്ടുണ്ട്. ഇതോടൊപ്പം സ്ത്രീകളെ കൈമാറ്റം ചെയ്യുന്ന തരത്തിലുള്ള ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും പുറത്തുവിട്ടവയിലുണ്ട്. പെൺകുട്ടികളെ അയക്കാം എന്നും ഒരു പെൺകുട്ടിക്ക് $1000 ചോദിക്കുന്നത് എന്നും ചാറ്റിൽ പറയുന്നുണ്ട്. നോം ചോസ്കി ജെഫ്രി എപ്സ്റ്റീനൊപ്പം ഒരു വിമാനത്തിൽ ഇരിക്കുന്നത് പോലെയുള്ള ചിത്രമാണ് പുറത്തുവന്നത്. ബിൽ ഗേറ്റ്സ് ഒരു യുവതിക്കൊപ്പം നിൽക്കുന്ന ചിത്രവുമാണ് പുറത്തുവന്നത്. ഇതുകൂടാതെ സിനിമാ സംവിധായകൻ വുഡി അലൻ, ട്രംപിന്റെ മുൻ ഉപദേഷ്ടാവ് സ്റ്റീവ് ബാനോൻ എന്നിവരും ചിത്രങ്ങളിലുണ്ട്. പുറത്തുവിട്ട ചിത്രങ്ങളിൽ അക്രമമോ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളോ പ്രത്യക്ഷത്തിൽ ഇല്ലായെങ്കിലും എപ്സ്റ്റീന് US-ലെ വിവിധ തുറകളിലെ ഉന്നതരുമായുള്ള അടുത്ത ബന്ധം കാണിക്കുന്നതാണ് ചിത്രങ്ങൾ. എപ്സ്റ്റീൻ എസ്റ്റേറ്റിൽ നിന്ന് ലഭിച്ച 95,000-ഓളം ഫോട്ടോകളാണ് ഓവർസൈറ്റ് കമ്മിറ്റിയുടെ പക്കലുള്ളത്. കൂടുതൽ ഫോട്ടോകൾ പുറത്തുവിടുമെന്ന് കമ്മിറ്റി പറയുന്നു. പ്രമുഖ വ്യക്തികൾക്കായി ലൈംഗിക പാർട്ടികൾ സംഘടിപ്പിച്ചുവെന്നും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗിക തൊഴിലിന് പ്രേരിപ്പിച്ചുവെന്നതുമടക്കം ഒട്ടേറെ ആരോപണങ്ങൾ നേരിട്ടയാളാണ് ജെഫ്രി എപ്സ്റ്റീൻ. ലൈംഗിക വൃത്തിക്കായി കുട്ടികളെ കടത്തിയതിന് അറസ്റ്റിലായ എപ്സ്റ്റീനെ 2019 ജൂലൈയിൽ ജയിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സിഡ്നിയിലെ ബോണ്ടേ ബീച്ച് വെടിവെപ്പിലെ തോക്കുധാരികളിൽ ഒരാളായ സാജിദ് അക്രം വേട്ടയാടാൻ പരിശീലനം നേടിയിരുന്നതായി വെളിപ്പെടുത്തൽ. തോക്കുകളുടെ സുരക്ഷ, എങ്ങനെ വേട്ടയാടാം എന്നിവയിൽ സാജിദ് അക്രം 5 വർഷം മുൻപ് ഷൂട്ടിംഗ് ക്ലബിൽ നിന്ന് പരിശീലനം നേടിയിരുന്നതായി ക്ലബ്ബ് പ്രസിഡന്റ് വഞ്ച കുസേറ്റ് സ്ഥിരീകരിച്ചു. സംഭവിച്ചത് ഭയാനകമാണ് എന്നും ഇത്തരം കുറ്റകൃത്യങ്ങളെ പിന്തുണയ്ക്കുകയോ അതുമായി സഹകരിക്കുകയോ ചെയ്യുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ബ്ലിക്ക് എന്ന സെർബിയൻ പ്രസിദ്ധീകരണത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വഞ്ച കുസെറ്റ് ഇക്കാര്യം പറഞ്ഞത്. ബോണ്ടയിൽ നിന്ന് 50 കിലോമീറ്റർ അകലെയാണ് ഷൂട്ടിംഗ് ക്ലബ്ബ് സ്ഥിതി ചെയ്യുന്നത്. അതേസമയം ബോണ്ടേ ബീച്ചിൽ നടന്ന
കൂട്ടക്കൊലയുടെ പശ്ചാത്തലത്തിൽ വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ കർശന നടപടിയുമായി ഓസ്ട്രേലിയ. വിദ്വേഷ പ്രചാരണം തടയാനായി നിയമനിർമ്മാണം നടത്തുമെന്ന് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് പറഞ്ഞു. വിസ റദ്ദാക്കൽ, വിസ നിഷേധിക്കൽ അടക്കമുള്ള നടപടികളും പരിഗണനയിലുണ്ട്. വിദ്വേഷം പ്രചരിപ്പിക്കുന്ന സംഘടനകളെയും നേതാക്കളെയും നിരീക്ഷിക്കാനും സംവിധാനമുണ്ടാകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അതിനിടെ ബോണ്ടെ ബീച്ചിലെ കൂട്ടവെടിവെപ്പ് അഭിമാനകരമാണ് എന്ന് ഭീകര സംഘടനയായ ഐസിസ് പ്രസ്താവിച്ചു. ടെലഗ്രാം ചാനലിൽ പ്രസിദ്ധീകരിച്ച സന്ദേശത്തിലായിരുന്നു പരാമർശം. ബോണ്ടെ ബീച്ച് ആക്രമണത്തിനിടെ അക്രമിയായ സജിദ് അക്രമിനെ കീഴടക്കാൻ പോലീസിനെ സഹായിച്ചത് ഇന്ത്യൻ വംശജനായ അമൻദീപ് സിംഗ് ബോലെയാണ് എന്ന് ഓസ്ട്രേലിയൻ മാധ്യമമായ SBS ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. പാലത്തിൽ നിന്ന് അക്രമി വെടിവെപ്പ് നടത്തവേ പോലീസ് ഓഫീസറുടെ സഹായത്തോടെയാണ് അമൻദീപ് അക്രമിയെ നിലത്ത് വീഴ്ത്തിയത്. തുടർന്ന് പോലീസ് സജിദിനെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു.